ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം പഠിച്ച് 7ാം ദശകത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. വളരെ വിശദമായിട്ട് പഠിച്ച് പോവുകയാണ്. എല്ലാവരും ശ്ലോകം ചൊല്ലാനും പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. 7ാം ദശകത്തിൽ നമ്മൾ ബ്രഹ്മാവിൻ്റെ ഉത്പത്തിയും അവിടെ ഭഗവാനെ അന്വേഷിച്ചിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പ്രയാണമൊക്കെയാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 1ാമത്തെ ശ്ലോകത്തിൽ കണ്ടു, ഭഗവാൻ തന്നെ സർവപ്രപഞ്ചത്തിൻ്റെയും ജീവാത്മാവായിട്ടുള്ള ഹിരണ്യഗർഭനായിട്ടുള്ള ബ്രഹ്മദേവനായിട്ട് മാറിയെന്നും ആ ബ്രഹ്മദേവന് സൃഷ്ടിയിൽ താത്പര്യമുണ്ടായി എന്നും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്? രജോഗുണ സമ്പന്നനായി മാറുന്നത് കൊണ്ടാണ് ബ്രഹ്മദേവന് അവിടെ സൃഷ്ടിക്ക് താത്പര്യം ഉണ്ടാവുന്നത്. സൃഷ്ടിക്ക് താല്പര്യം ഉണ്ടായാൽ മാത്രം പോരല്ലോ, എങ്ങനെ സൃഷ്ടി ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. ബ്രഹ്മദേവൻ അത് അറിയണം. അപ്പൊ അതാണ് അടുത്ത ശ്ലോകത്തിൽ, 2ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കാം. ആദ്യം ഞാനൊന്ന് ശ്ലോകം ചൊല്ലിത്തരാം, കേട്ടു നോക്കൂ. സോയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്ഥിവാൻ താവത്വം ജഗദാംബദേ തപതപേത്യേവം ഹി വൈഹായസിം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവംസ്തപ പ്രേരണാം. സോയം വിശ്വവിസർഗദത്ത ഹൃദയഃ. സഹ അയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലഃ തസ്ഥിവാൻ താവത് ത്വം ജഗദാംപതേ തപ തപ ഇതി ഏവം ഹി വൈഹായസിം വാണീം ഏനം അശിശ്രവ ശ്രുതിസുഖാം കുർവൻ തപ പ്രേരണാം. നമ്മൾ പറഞ്ഞു, ബ്രഹ്മദേവനായിട്ട് മാറിയ ഭഗവാൻ രജോഗുണ സമ്പന്നനായി തീരുന്നതുകൊണ്ട്, രജോഗുണത്തിന്റെ ആധിക്യം ഉണ്ടാവുന്നതുകൊണ്ട് സൃഷ്ടിക്ക് തത്പരനായിട്ട് തീർന്നു. ഇനിയാണ് പറയുന്നത്, സഹ അയം വിശ്വവിസർഗദത്ത ഹൃദയഃ. വിസർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർവ സൃഷ്ടിയുമാണ്. വിശ്വത്തിന്റെ വിസർഗം എന്ന് പറഞ്ഞാൽ ആ ഉത്പത്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സർവ പ്രപഞ്ചവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹൃദയം കൊടുത്തവൻ എന്ന് പറയില്ലേ, കൂടുതൽ നല്ല താല്പര്യത്തോടുകൂടി ഇരുന്നവനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ആവേശത്തില് ഉത്സാഹത്തില് ഇരിക്കുന്ന സഹ അയം. ആരാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തില്? ആ ബ്രഹ്മദേവൻ, ആ ഹിരണ്യഗർഭനായിട്ടുള്ള ബ്രഹ്മദേവൻ. സഹ അയം, ആ ബ്രഹ്മദേവൻ എന്ത് ചെയ്യുന്നു? വിശ്വവിസർഗദത്ത ഹൃദയ, അങ്ങനെയാണുള്ളത് കേട്ടോ. വിശ്വ സൃഷ്ടിക്കായിട്ട്
പൂർണ്ണമായും താത്പര്യത്തോടുകൂടി ഇരിക്കുന്ന ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്ന ബ്രഹ്മദേവൻ എന്താ ചെയ്യുന്നത്? വിശ്വവിഷയം ബോധം, അവിടെ ഒരു ബോധത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം. ആ വിശ്വവിഷയമായിട്ടുള്ള ബോധത്തെ, എന്താണ് വിശ്വവിഷയം ബോധം എന്ന് പറയുന്നത്? ഈ സർവപ്രപഞ്ചത്തെ കുറിച്ചുമുള്ള ബോധത്തെ എന്താണ് ചെയ്യുന്നത്? സ്വയം സമ്പശ്യമാനഃ. ആ ബ്രഹ്മദേവന് വേറെ ആരോടും ചോദിക്കാനൊന്നുമില്ല. നമുക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ആരോടെങ്കിലൊക്കെ പോയി ചോദിക്കാം. അവിടെ ബ്രഹ്മദേവനാണ് ആദ്യം തന്നെ ഉണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ സർവ്വപ്രപഞ്ചത്തിനെയും കുറിച്ചുള്ള ബോധ്യം ബ്രഹ്മദേവൻ ഉണ്ടാവണ്ടേ? ആ ബോധത്തെക്കുറിച്ചാണ് ബ്രഹ്മദേവൻ അന്വേഷിക്കുന്നത്. സ്വയം സമ്പശ്യമാനഃ, അത് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വിശ്വവിഷയം എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചം എന്താണ് എന്നുള്ളതാണ് അന്വേഷണം നടക്കുന്നത്. ആ ബോധത്തെയാണ് സ്വയം സമ്പശ്യമാനഃ, സ്വയം അന്വേഷിക്കുന്നവനായിട്ട്, അല്ലെങ്കിൽ നോക്കി നിൽക്കുന്നവനായിട്ട്, ധ്യാനിക്കുന്നവനായിട്ട് എന്നൊക്കെ പറയാം. സമ്പശ്യമാനഃ, സ്വയം സമ്പശ്യമാനഃ ഖലു അനവാപ്യ. എന്താണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞു? സമ്പശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം. ഖലു അനവാപ്യ, അന്വേഷിച്ചു. കിട്ടിയോ? കിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്താണ് സംഗതി എന്നുള്ളത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവന് പറ്റണില്ല. ഒന്ന് ആലോചിക്കുകയാണ്, ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഈ വിശ്വവിഷയം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ബ്രഹ്മദേവന് അതിനുള്ള ഉത്തരം ലഭിക്കുന്നില്ല, മനസ്സിലാവണില്ല. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ചിന്താകുല തസ്ഥിവാൻ, ചിന്താകുലനായിട്ട് അങ്ങിരിക്കുകയാണ്. എന്താണ്? ചിന്തിക്കുന്നുണ്ട്, ആകുലതയുണ്ട്, കുറച്ചൊക്കെ വിഷമമുണ്ട്, ഇത് കിട്ടുന്നില്ലല്ലോ, മനസ്സിലാവണില്ലല്ലോ എന്നുള്ള വിഷമത്തോടുകൂടി, ചിന്തയോടുകൂടി തസ്ഥിവാൻ അങ്ങനെ ഇരിക്കുകയാണ് ബ്രഹ്മദേവൻ. ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് എന്താണ് വിശ്വത്തിന്റെ അർത്ഥം, അതിന്റെ തത്വം എന്താണ് എന്നാണ് ബ്രഹ്മദേവൻ അന്വേഷിക്കുന്നത്. ആ അന്വേഷിച്ചിട്ട് മനസ്സിലാവാഞ്ഞിട്ട് ഒരു വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? താവത് ത്വം ജഗദാംപതേ, ഏ ജഗപതിയായിട്ടുള്ള, ജഗത്തിന്റെ പതിയായിട്ടുള്ള ത്വം, ഗുരുവായൂരപ്പ നിന്തിരുവടികൾ, ത്വം താവത്, അപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്ത് താവത്, അപ്പോൾ ജഗത്പതിയായിട്ടുള്ള ഗുരുവായൂരപ്പൻ എന്താ പറയുന്നത്? തപ തപ ഇതി ഏവം, തപ തപ, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? അടുത്ത വരിയിലുണ്ട്, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന്. വൈഹായസിം വാണിം ഏന അശിശ്രവ, ഈ ബ്രഹ്മദേവന് ആ അശരീരി കേൾപ്പിച്ചു കൊടുക്കാണ്. എന്താണ്? തപ തപ എന്നുള്ളതാണ് അശരീരി. തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്നുള്ളതാണ് അശരീരിയായിട്ട് വരുന്നത്. എങ്ങനെയുള്ള അശരീരിയാണ്? ശ്രുതി സുഖാം കുറുവൻ തപ പ്രേരണം. ശ്രുതി സുഖമാണ്, കേൾക്കാൻ നല്ല ഇമ്പമുള്ളതാണ് എന്നാണ് പറയുന്നത്. ശ്രുതി സുഖാം കുറുവൻ തപ പ്രേരണം. അങ്ങനെ എന്ത് ചെയ്തു? തപസ്സിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. കുറുവൻ ചെയ്തു, പ്രേരണ കൊടുത്തു, പ്രേരണ ചെയ്തു. ബ്രഹ്മദേവൻ അവനവനെ തന്നെ അന്വേഷിക്കുകയാണ്, ഉള്ളിലേക്ക് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് അന്വേഷിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ തത്വം എന്താണ്? വിശ്വവിഷയം എന്താണ്? ഞാൻ സൃഷ്ടിക്കണ്ടേ? ഇതെല്ലാം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവണ്ടേ? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, മനസ്സിലാവണില്ല. ശ്രദ്ധിച്ചു, വേറെ എവിടെ നോക്കാനോ, ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണിത്? മനസ്സിലാവണില്ലല്ലോ എന്നുള്ള ഭാവത്തില് ഒരു ഇച്ചിരി ശങ്കയോടുകൂടി വിഷമിച്ച്, സംശയിച്ച്, ചിന്തിച്ച് നിൽക്കുന്ന ബ്രഹ്മാവിന്റെ മനസ്സില് ഭഗവാൻ, ജഗത്പതിയായിട്ടുള്ള ഭഗവാൻ തപ തപ എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? തപ തപ എന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി മധുരമായ തപ തപ എന്നുള്ള ആ ഒരു ആകാശവാണിയിലൂടെ, അശരീരിയിലൂടെ ബ്രഹ്മദേവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും ഇതുപോലെ പല പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തോന്നും അല്ലെ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യം നമുക്ക് തോന്നും. പക്ഷേ എവിടെ, എങ്ങനെ തുടങ്ങണം, എന്താണ് ഇതിന്റെ ഒരു
സൃഷ്ടിക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊന്നും മനസ്സിലാവാതിരിക്കുന്ന അവസ്ഥയാണ്. ബ്രഹ്മദേവനും അതേ അവസ്ഥയുണ്ട്. രജോ ഗുണം ആധിക്യം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആവേശം വരും. നമുക്ക് എപ്പോഴും ഉണ്ടാവും, ഒരു ആവേശം ഇങ്ങോട്ട് വരും. എന്നിട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ബ്രഹ്മദേവൻ ആ ഉത്തരം കിട്ടുന്നത്? ബ്രഹ്മദേവൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നായിരിക്കണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവുക. അശരീരിയായിട്ട് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയല്ല ചെയ്യുന്നത്. അശരീരിയായിട്ട് ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുകയാണ്, തപസ് ചെയ്യൂ, നന്നായിട്ട് ശ്രദ്ധയോടുകൂടി അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കൂ, കാര്യം മനസ്സിലാവും, നീ ഒന്ന് ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ള ഭാവത്തില് ബ്രഹ്മദേവനോട് പറയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സർവ്വപ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടണം, ഇനി എങ്ങനെ ആവണമെന്ന് മനസ്സിലാവാതിരിക്കുന്ന സമയത്താണ് പറയുന്നത്. ബ്രഹ്മദേവന് പോലും എന്ത് ചെയ്യണമെന്നുള്ള സംശയം, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഈ സംശയം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഉള്ളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഭഗവാൻ നമുക്ക് പറഞ്ഞുതരും. തപസ്, ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആഴത്തിലുള്ള തപസ്സാണ് ചെയ്യേണ്ടത്. അത് പറയാണ്. ഇനി ബ്രഹ്മാവ് അത് കേട്ടിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് പിന്നെ പറയാം. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ ഭട്ടത്തിരിപ്പാട് പറയുന്നത് പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ, തപസ് ചെയ്യൂ, അതിനു വേണ്ടിയിട്ട് ഇരുന്ന് ശ്രദ്ധയോടുകൂടിയിട്ട് തപസ് ചെയ്യൂ എന്ന് പറയാണ്. എന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ബ്രഹ്മദേവൻ അവിടെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്, പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഈ വിശ്വം എങ്ങനെയാണ്, അതിൻ്റെ തത്വം എന്താണ്, എനിക്ക് ചെയ്യാൻ വല്ലാതെ ആഗ്രഹം വരുന്നുണ്ടല്ലോ, പക്ഷെ അത് മറന്നുപോയി. എന്തുകൊണ്ടാണ്? രജോ ഗുണം മനസ്സിലങ്ങോട്ട് കൂടുതൽ കയറിപ്പോയി. നമുക്കതിനെ കൂടുതൽ ആവേശം കയറി വരുന്ന സമയത്ത് നമുക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. തമോ ഗുണമായി കഴിഞ്ഞാൽ മടി വരുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. സാത്വിക ഗുണം ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ആ ക്രിയേറ്റിവിറ്റി, സൃഷ്ടി ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് വരിക. പക്ഷെ സൃഷ്ടിക്കണമെങ്കിൽ അവിടെ രജോ ഗുണത്തിന്റെ ആവശ്യം ഉണ്ടാവും. കർമ്മനിരതനാവണമെങ്കിൽ രജോ ഗുണം കൂടുതലായിട്ട് ഉണ്ടാവുമ്പോഴേ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ സാത്വിക ഗുണം വരുമ്പോഴാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടി വരിക. ഇത് തന്നെയാണ് ബ്രഹ്മാവിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ബ്രഹ്മദേവൻ മുതൽ പുൽക്കൊടി വരെയുള്ളത് എല്ലാം സൃഷ്ടിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംശയം വരുന്ന സമയത്ത് നമ്മൾ വെറുതെ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലോ. ഇതേ സംശയം ബ്രഹ്മദേവന് പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്തുണ്ടായിരുന്നു എന്നുള്ള ആലോചന നമുക്ക് ഉണ്ടാവണം. അങ്ങനെ മനോഹരമായിട്ടാണ് നമ്മുടെ ബ്രഹ്മദേവന്റെ സൃഷ്ടിയെക്കുറിച്ചും ബ്രഹ്മദേവന്റെ സംശയത്തെക്കുറിച്ചും ആകുലതയെക്കുറിച്ചും ഒക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അതിനുകൂടിയാണ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ബ്രഹ്മദേവനെ നമ്മുടെയൊക്കെ രൂപത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ, നമുക്ക് നമ്മുടെതായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മദേവൻ മനുഷ്യന്റെ രൂപത്തിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തർക്കിക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള ജീവജാലങ്ങളെയൊന്നും എന്ത് സൃഷ്ടിച്ച പോലെ ബ്രഹ്മദേവന് വേറെ രൂപം ഉണ്ടായിക്കൂടെ എന്നൊക്കെ ആലോചിക്കാം. അതുകൊണ്ട് അതൊന്നും അല്ല വിഷയം ഇവിടെ. ബ്രഹ്മദേവന്റെ രൂപം എന്താണ്? ബ്രഹ്മദേവന് രൂപം ഉണ്ടായിരുന്നോ, അതൊരു ഭാവം മാത്രമായിരുന്നോ, ഒരു അവസ്ഥയായിരുന്നോ എന്നൊക്കെ ആഴത്തിൽ ചിന്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചിന്തിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിന് പോലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തിനു ചെയ്യണം, ഇതിന്റെ ഉദ്ദേശം എന്താണ്, അർത്ഥം എന്താണെന്നൊക്കെയുള്ള സംശയം ഉള്ളില് അങ്ങനെ നുരഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഭഗവാനെ ധ്യാനിച്ച് ഉള്ളിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. ആ മനോഹരമായ ചിന്ത ഉണ്ടാവട്ടെ നമ്മുടെ ഉള്ളിലും. കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് അശരീരിയായിട്ട് ഭഗവാൻ പറയട്ടെ, തപസ് ചെയ്യൂ. ഉത്തരം പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. നീ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്ന് പറയല്ല ചെയ്യൂ. നോക്കൂ, ശ്രദ്ധയോടുകൂടി ഇരിക്കൂ, തപസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അത് നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു ആവേശം തരുന്നതാവട്ടെ, പ്രചോദനം തരുന്നതാവട്ടെ, മോട്ടിവേഷൻ തരുന്നതാവട്ടെ, അതങ്ങനെ ആയി മാറട്ടെ. അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്. ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, എല്ലാവരും ഒന്ന് ഏറ്റ് ചൊല്ലി നോക്കും. സോയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം
ചിന്താകുലസ്ഥസ്ഥിവാൻ താവത്വം ജഗതാംബതേ തപതപേത്യേവം ഹി വൈഹായസിം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുറുവംസ്തപഃ പ്രേരണാം. അപ്പോ ബ്രഹ്മാവ് ചെയ്തതുപോലെ നമുക്കെന്താണ് വേണ്ടത്? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം എന്നുള്ള താല്പര്യം നമുക്കുണ്ടാവണം. ആ താല്പര്യത്തിൽ നിന്ന് നമ്മൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കണം. ആ വാക്ക് കൃത്യമായിട്ട് നോക്കൂ. വിശ്വവിസർഗദത്ത ഹൃദയ. നമ്മുടെ ഹൃദയം അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കണം. നമ്മുടെ ഉള്ളം ഓക്കെ എനിക്കിത് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അതിനു വേണ്ടി സമർപ്പിക്കണം. അത് നാരായണീയം പഠിക്കുന്ന കാര്യത്തിലാവട്ടെ, ഭഗവത്ഗീത പഠിക്കുന്ന കാര്യത്തിലാവട്ടെ, ജീവിതത്തിലെ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കുന്ന കാര്യത്തിലാവട്ടെ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് കാര്യമാണെങ്കിലും, ഇത് പഠിക്കുന്നത് കൊണ്ടാണ് ആ വിഷയം പറഞ്ഞത്. നമുക്ക് മറ്റു പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അതിനാദ്യം ഹൃദയം അതിൽ സമർപ്പിക്കണം. എന്ത് വന്നു കഴിഞ്ഞാലും എനിക്കിത് പഠിച്ച് നേടിയെടുക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ഉത്സാഹത്തോടു കൂടിയിട്ട് ആ ഉള്ളിലേക്ക് അന്വേഷിക്കണം. ഇതൊക്കെ എങ്ങനെയാണ്, എന്താണ്, എന്തിന്, എനിക്ക് അറിയാൻ പറ്റുമോ എന്നുള്ള അന്വേഷണം നടത്തണം. ചില സമയത്ത് വിചാരിച്ചതുപോലെ കാര്യം നടക്കില്ല, സംശയങ്ങളൊക്കെ ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഉള്ളിൽ നിന്ന് ഭഗവാൻ നമ്മളോട് പറയും, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. അത് കേൾക്കണമെങ്കിൽ നമുക്ക് അശരീരിയായിട്ടാണ്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വന്നിട്ട് പറയല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് അശരീരിയായിട്ട് പറയുകയാണ് ചെയ്യുക. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ളിൽ നിന്നുള്ള ശബ്ദം കേൾക്കണം, അല്ലേ? ഹൃദയത്തെ ഫോളോ ചെയ്യൂ, ഫോളോ യുവർ ഹാർട്ട് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരിക. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുക. മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കും, അത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ എന്നുള്ളതാണ് പൊതുവെ നമ്മുടെ ധാരണ. പണ്ട് നമ്മുടെ പല പല പുരാണങ്ങളിലൊക്കെ പറയുമ്പോൾ തപസ് ചെയ്ത് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് കേൾക്കുക. പറയുമ്പോൾ നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറയാണ്. ഇവിടെ നോക്കൂ, ബ്രഹ്മദേവൻ തപസ് ചെയ്യൂ എന്ന് ബ്രഹ്മദേവനോട് പറയുന്നത് ഉള്ളിൽ നിന്നാണ്. ആ ഉള്ളിൽ നിന്നുള്ള ശബ്ദത്തെ നമ്മൾ കേൾക്കാൻ കണ്ണടച്ച് ഇരുന്ന് കേൾക്കണം. എന്നിട്ട് തപസ് ചെയ്യണം. തപസ് എന്ന് വെച്ചാൽ നിരന്തരമായിട്ടുള്ള സാധനയാണ്, തപമാണ്. നമ്മളെ തപം ചെയ്യുക, അതാണ് പറയുന്നത്. തപസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുടച്ച് ധ്യാനിച്ച് ഇരിക്കുക മാത്രമല്ല, നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നതും തപസ്സാണ്. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ബ്രഹ്മദേവനോട് പോലും ഭഗവാൻ പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്. ഭാഗവതത്തിലെ വേദവ്യാസരും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ബ്രഹ്മദേവൻ പോലും തപസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്ത് കാര്യം നേടണം, ചെയ്യണം എന്നൊക്കെയുള്ള തിരിച്ചറിവുണ്ടാവുന്നതിന് വേണ്ടിയിട്ട്. പുറത്തു മാത്രം നോക്കിയിരുന്ന് അവരെന്ത് പറയുന്നു എന്ന് കേൾക്കുന്നതിന് പകരം അവർ പറയുന്നത് പോലെ ചെയ്യാൻ, അവരെ അനുകരിച്ച് ചെയ്യാൻ, അങ്ങനെയൊക്കെയാണ് നമുക്ക് താല്പര്യം. അതിനു പകരം ഉള്ളിൽ നിന്ന് വരുന്ന താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ബ്രഹ്മദേവൻ മുതൽ എല്ലാവരും ചെയ്തിരിക്കുന്നത് അതാണ്. നമുക്കും അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോഴാണ് ശരിക്കും പ്രപഞ്ച സൃഷ്ടി പോലെ നമ്മുടേതായിട്ടുള്ള സൃഷ്ടി പുറത്തു വരിക. നമ്മളും സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെയാണ്, പൂർണ്ണമാവുക അങ്ങനെയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. എന്തായാലും അടുത്ത ശ്ലോകമായിട്ട് അടുത്തൊരു ദിവസം വരാം. ശ്ലോകം ഒന്ന് ചൊല്ലി പഠിച്ച് അയക്കുക. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ചൊല്ലുന്നത് കേൾക്കുന്നത്, പഠിച്ച് എല്ലാവരും ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ഒരു സംതൃപ്തിയാണ്. അതുപോലെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ പരിചയക്കാർക്ക്, മറ്റുള്ളവർക്കൊക്കെ ഇത് പങ്കുവെക്കുക. നമ്പറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ സത്സംഗം ഗ്രൂപ്പുകളിലൊക്കെ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്യാം. എന്തായാലും ഇനി ഒരു ശ്ലോകമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.